അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റു പോലും അമർന്നു പോകുന്ന ശബ്ദം. കൊടുംപാപിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. കാൽവരിയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെന്നും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെന്നും മാനവരക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം, കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ വീണ്ടും കാൽവരിനാഥം മിനിസ്ട്രിയുടെ ഒരു സാക്ഷി പ്രോഗ്രാമൂടെ നടത്തുവാൻ ദൈവം കൃപ തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരുന്നുകൊണ്ട് ഗാനങ്ങളും സാക്ഷ്യങ്ങളും കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും പ്രിയ കർത്താവിൻ്റെ ദാസന്മാർക്കായിട്ട് പ്രാർത്ഥിക്കുവാനും ദൈവം തന്ന അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ സാറ്റർഡേയിൽ ശനിയാഴ്ച കാൽവരിനാഥം മിനിസ്ട്രിയുടെ സൂം പ്രോഗ്രാമിൻ്റെ 100ാമത്തെ എപ്പിസോഡ് വളരെ അനുഗ്രഹീതമായി നടക്കുവാൻ വലിയവനായി ദൈവം കൃപ ചെയ്തു. വളരെ അനുഗ്രഹീതമായ ഒരു കൂടിവരവായിരുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 101ാമത്തെ എപ്പിസോഡിലേക്ക് ഇന്ന് രാത്രി നാം കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ജി പീറ്റർ ചണ്ണപ്പേട്ട ഇന്ന് രാത്രി നമ്മോടുകൂടെയുണ്ട്. കർത്താവിൻ്റെ ദാസൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. നെറ്റിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും വരാതെ യാതൊരു തടസ്സങ്ങളും കൂടാതെ വളരെ അനുഗ്രഹമായിട്ട് കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഇന്ന് രാത്രി നാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അതുപോലെ തന്നെ പ്രിയമകൾ അക്സാറ്റി സന്തോഷ് 2 ഗാനങ്ങൾ ഇന്ന് രാത്രി ആലപിക്കുന്നതായിരിക്കും. പ്രിയമകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസനെയും മകളെയും എല്ലാ ബഹുമാനത്തോടും ഈ ശുശ്രൂഷയിലേക്ക് ആർദ്രമായ സ്വാഗതം ചെയ്യുന്നു. ഇത് ഒരാത്മീയ ശുശ്രൂഷയാകിയാൽ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, കർത്താവിൻ്റെ സന്നിധിയിൽ വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്നുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരാഴ്ച കൂടെ കടന്നു പോകാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലും അനുഗ്രഹമായിട്ട് ശുശ്രൂഷ നടത്തുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. വീണ്ടും ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ സന്നിധിയിൽ സാക്ഷ്യവും ഗാനങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ അത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിലും കർത്താവെ അവിടുന്ന് സംസാരിക്കണമേ. വളരെ അനുഗ്രഹീതമായൊരു ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകണം. കാലാവസ്ഥയും ശബ്ദവും വെളിച്ചവും ഇൻ്റർനെറ്റും ഞങ്ങൾക്ക് അനുകൂലമാകണം. യാതൊരു തടസ്സങ്ങളും ബുദ്ധിമുട്ടും അതിനിടയിൽ ഉണ്ടാകരുത്. കർത്താവ് അത്ഭുതം ചെയ്യണം. അനേക ഹൃദയങ്ങളോട് സംസാരിക്കണം. പ്രാർത്ഥനയോടെ ആരംഭിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രി 2 ഗാനങ്ങൾ നാം കേൾക്കാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെയും സൗകര്യമാരെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ നാനാ സ്ഥലങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ചും 2-3 സഹോദരന്മാർ കർത്താവിൻ്റെ ദാസനെയും പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. സാക്ഷ്യം കഴിഞ്ഞിട്ട് 2-3 ദിവ്യദാസന്മാർക്ക് പ്രിയദാസനെയും താൻ പറയുന്ന സാക്ഷ്യത്തെയും ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ ദാസന്മാർ വിജയ തങ്കച്ചാൻ, അതുപോലെ തന്നെ ജോയ് ജോൺ കുവൈറ്റ്, അതുപോലെ കുര്യൻ മാമിച്ചാൻ, എബ്രാം ചാൻ ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ചില നിമിഷങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുവാനായിട്ട് നമുക്ക് അവസരമുണ്ട്. അതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് സാക്ഷ്യത്തിൻ്റെ സമയത്ത് ഞാൻ ഓർപ്പിക്കാം. 2 ഗാനങ്ങൾ നാം കേൾക്കാനായിട്ട് പോവുകയാണ്. പ്രാരംഭമായ ഒരു ഗാനം അടവിത്തരുക്കളിനിടയിൽ എന്ന് തുടങ്ങുന്ന വളരെ പരിചിതമായ ഒരു ഗാനം അന്നമ്മ മാമൻ സഹോദരി എഴുതിയ ഒരു ഗാനമാണ്. പ്രിയ ഗാനം നമുക്ക് വളരെ സന്തോഷത്തോടെ കേൾക്കാം. കർത്താവ് നമ്മെ പോറ്റിപ്പുലർത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ കൃപയെ ആ വാക്യത്തിലൂടെ ആ ഗാനത്തിലൂടെ നാം കേൾക്കുകയാണ്. പ്രിയ അക്സാറ്റി സന്തോഷ ഗാനം ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്കത് കേൾക്കാം. അടവി തരുക്കളിനിടയിൽ
വളരെ അനുഗ്രഹീതമായൊരു ഗാനം, അർത്ഥവത്തായൊരു ഗാനം. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ അനേക കാരണങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. നമ്മുടെ ജീവനാണ് നമ്മുടെ ദൈവം. അവനാണ് നമ്മുടെ ജീവൻ, അവനാണ് നമ്മുടെ രക്ഷ, അവനാണ് നമ്മുടെ കോട്ട, അവനാണ് നമ്മുടെ പാറ. നമ്മുടെ പിതാവ്, മാതാവ്, സഹോദരന്, സ്നേഹിതനെല്ലാം നമ്മുടെ കർത്താവാണ്. ആ ഗാനത്തിലൂടെ നാം അത് തന്നെ പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ആ ജീവനെക്കുറിച്ചും നാം കേൾക്കുകയായിരുന്നു. നമുക്കും പറയാം, കർത്താവേ, ഞാൻ ജീവിക്കുന്നത് അങ്ങയുടെ ദയാലാണ്, അവിടുത്തെ വചനത്താലാണ് ഞാൻ ശക്തിപ്പെടുന്നത്. രാത്രിയിലും ആ വചനത്തിലൂടെ, ആ സാക്ഷ്യത്തിലൂടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ ദാസൻ ജി പീറ്റർ ചണ്ണപ്പെട്ട കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. അനേക സ്ഥലങ്ങളിൽ, പരസ്യയോഗങ്ങളിലും അങ്ങനെ അനേക ശുശ്രൂഷകളിൽ കർത്താവിനെ സാക്ഷീകരിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ ദാസൻ നമ്മോട് കൂടെ ഉണ്ട്. പ്രേദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ജീവിത സാക്ഷ്യം പറയാനുള്ള അവസരമാണ് ഇന്ന് രാത്രി നമുക്കുള്ളത്. ചില പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ മിനിസ്ട്രിയുടെ ജീവിതത്തിലും കുടുംബജീവിത അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ നേരിട്ടത് കർത്താവ് പരിഹരിച്ചത് എങ്ങനെയാണ്, തൻ്റെ ജീവിതത്തിൽ കർത്താവിനെ കണ്ടെത്തിയത് എങ്ങനെയാണ്, നാളിതുവരെ ഈ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ജീവിക്കുന്നത് എങ്ങനെയാണ്, ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ, ഇതൊക്കെ ഇന്ന് രാത്രി നാം കേൾക്കുകയാണ്. കർത്താവിൻ്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും കൂടെ ഈ സമയം തൻ്റെ ജീവിത സാക്ഷ്യം അറിയിക്കാനായിട്ട് ക്ഷണിക്കുന്നു. 8:30 വരെയുള്ള സമയം അതിനുള്ള സമയമാണ്. കർത്താവിൻ്റെ ദാസനെ അതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ജി പീറ്റർ എന്നാണ്. ഈ സൂം മീറ്റിങ്ങിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, സഹോദരി സഹോദരന്മാർക്കും, കുഞ്ഞുങ്ങൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനവും നന്ദിയും ഇത്തരണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഓർപ്പിച്ചതുപോലെ പ്രിയ സഹോദരൻ സന്തോഷ്, ഞങ്ങൾക്കൊരുമിച്ച് കർത്താവിന്റെ വേലയിൽ ദീർഘനാളുകളായി ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ കർത്താവ് അവസരം നൽകി തന്നു. അതോർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ എൻ്റെ ജീവിത സാക്ഷ്യത്തോട് ബന്ധപ്പെട്ട് 1983 ഒക്ടോബർ മാസം 13-ാം തീയതിയാണ് എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി തന്നത്. ഞാൻ 84-ൽ ദൈവത്തിന്റെ വചനം പഠിക്കുവാനായിട്ട് പോവുകയുണ്ടായി. ആലപ്പുഴയിൽ നടക്കുന്ന ഒരു ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദൈവവചനം പഠിക്കുവാൻ കർത്താവ് അവസരം നൽകി. ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കർത്താവ് എന്നെ വേലയ്ക്ക് വേർതിരിയുകയും ചെയ്തത്. 86-ൽ കർത്താവിന്റെ വേലയ്ക്കായി വേർതിരിയുവാൻ കർത്താവ് കൃപ ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്നെ വഴിയിൽ ഇട്ടേച്ചു പോകാതെ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കർത്താവ് കൂടെ ഇരുന്ന് കർത്താവ് സഹായിക്കുന്നു. എനിക്ക് ഭാര്യയും 2 ആൺമക്കളെയും കർത്താവ് നൽകി തന്നു. മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂത്താള് ഡിഗ്രി കഴിഞ്ഞു, ഇളയാള് ഡിഗ്രിക്ക് പഠിക്കുന്നു. 2 ആൺമക്കളാണ് എനിക്കുള്ളത്. കഴിഞ്ഞ നാളുകളിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുവാനുള്ള ഭാഗ്യം കർത്താവ് നൽകി തന്നു. ഇപ്പോൾ ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ തെക്കേ അറ്റമായ ചല്ലിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കർത്താവിന്റെ വേല ചെയ്യുന്നത്. ചണ്ണപ്പേട്ടയിൽ താമസിക്കുന്നു. ആ പ്രദേശത്തെ കുറിച്ച് ഒരു വാക്ക് ഞാനൊന്ന് ഓർപ്പിക്കുന്നു. തികച്ചും അക്രൈസ്തവരായ ആളുകൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ചല്ലിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മാത്രമാണ്. അവിടെയാണ് 2006-ൽ കർത്താവ് ഒരു വേല ആരംഭിച്ചു. ദൈവകൃപയാൽ അവിടെ ഒരു കുടിയൊരവ് ഉണ്ടാകുവാൻ കർത്താവ് കൃപ ചെയ്തു. 15 പേരടങ്ങുന്ന ഒരു കുടിയൊരവ് അവിടെയുണ്ട്. ആ പ്രദേശത്ത് കർത്താവിന്റെ വേല ചെയ്യുവാനുള്ള ഭാഗ്യവും കർത്താവ് എനിക്ക് നൽകി തന്നു.
കഴിഞ്ഞ ദീർഘനാളുകളായി കർത്താവിന്റെ വേലയിൽ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ വേല തുടരുവാൻ കർത്താവ് ഭാഗ്യം നൽകി തന്നു. വിളിച്ച ദൈവം വിശ്വസ്തനെന്ന നിലയിൽ എന്നെ നടത്തുന്നു. പ്രയാസങ്ങൾ ധാരാളമുണ്ട്, പ്രതികൂലങ്ങൾ ധാരാളമുണ്ട്, എങ്കിലും കർത്താവ് നടത്തുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അനേക ദൈവമക്കൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ പ്രവർത്തനത്തിന്റെ ആത്മധൈര്യം നൽകിത്തരുന്ന ഒരു സംഗതിയാണ്. കർത്താവിന്റെ വേലയ്ക്ക് ആദ്യമായി വേർതിരിഞ്ഞ നാൾ മുതൽ ആലപ്പുഴയിലും അതുപോലെ തന്നെ ചണ്ണപ്പേട്ടയിലും അതിനുശേഷം അണ്ടൂപ്പച്ചയിലും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. അതിനുശേഷം ചണ്ണപ്പേട്ടയിൽ സ്ഥിരമായി താമസിച്ചുകൊണ്ട് ചുറ്റുപാടുമുള്ള പ്രവർത്തനങ്ങളിൽ സംബന്ധിച്ചു വരുന്നു. ചുറ്റുപാടുമുള്ള സ്ഥലം സഭകളോട് ചേർന്ന് കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് കൃപ ചെയ്തു. ഞാൻ കത്തോലിക്ക കുടുംബത്തിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നത്. അതിൻ്റെതായ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. മാതാപിതാക്കന്മാരൊന്നും ആ നിലയിൽ എൻ്റെ പ്രവർത്തനത്തിന് സഹായകമായിരുന്നില്ല. അവരൊക്കെ എനിക്ക് ഒരു അർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അവര് എനിക്ക് പ്രതികൂലങ്ങളായിരുന്നു. എങ്കിലും കർത്താവ് തൻ്റെ വേലയിൽ തുടരുവാൻ കർത്താവ് എന്നെ അനുവദിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഒരു പ്രാവശ്യം സുവിശേഷ വിരോധികളാൽ മർദ്ദനമേൽക്കേണ്ടി വന്നു. അതിനോട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കേസ് നിലവിലുണ്ട്. അത് പ്രാർത്ഥനയിൽ ഓർക്കണം. കോടതിയിലാണ് ആ കേസ് ഇപ്പോൾ നിലവിലുള്ളത്. എങ്കിലും കർത്താവ് അതിന്റെ മധ്യത്തിലും തകർന്നു പോകാതെ, തളർന്നു പോകാതെ നിലനിൽക്കുവാൻ ആവശ്യമാകുന്ന ദൈവകൃപ എനിക്ക് നൽകി തന്നു. ഞാൻ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ വേർതിരിയുമ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു. എങ്കിലും കർത്താവ് എന്നോട് കരുണ കാണിച്ചു എന്ന് വേണം പറയാൻ. എൻ്റെ കർത്താവിന്റെ വേല ഉயிருള്ള നാളോളം ആവോളം ചെയ്യുവാൻ ആഗ്രഹിച്ചാണ് ചെറുപ്പത്തിലെ തന്നെ കർത്താവിന്റെ മുഖം ഏറ്റുകൊണ്ട് അവന്റെ വയൽ പ്രദേശത്ത് അധ്വാനിപ്പാനുള്ള ഭാഗ്യം എനിക്ക് നൽകി തന്നത്. ഈ പ്രവർത്തനത്തിൽ എനിക്ക് ഏറ്റവും അധികം സഹായമായിരുന്നത് നിത്യതയിൽ ഇപ്പോൾ വിശ്രമിക്കുന്ന കർത്താവിന്റെ ദാസൻ MV തോമസ് കുളത്തൂപ്പുഴ. അദ്ദേഹമാണ് എൻ്റെ ആത്മീയ ഗുരു. അദ്ദേഹമാണ് എന്നെ ഈ സ്ഥാനത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത്. കർത്താവിന്റെ വേലയ്ക്ക് എനിക്ക് ഏറ്റവും സഹായകമായിരുന്നതും പ്രവർത്തനത്തിൽ എന്നെ കർമ്മനിരതനാക്കി തീർത്തതും ഈ കർത്താവിന്റെ ദാസനാണ്. അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ KV പീറ്റർ ചണ്ണപ്പേട്ട, അതാണ് ചണ്ണപ്പേട്ടയാണ് എൻ്റെ മാതൃസഭ. ആ സഹോദരനോട് ചേർന്ന് ദീർഘനാളുകളായി ഒരുമിച്ച് പ്രവർത്തിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ഈ പ്രയാസഘട്ടങ്ങളിലും ശാരീരികമായൊക്കെ പ്രയാസമുണ്ട്. ഞാനും ശാരീരികമായി ഷുഗർ പേഷ്യന്റ് ആണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും കർത്താവ് ഈ നിലയിൽ, കർത്താവിന്റെ വേലയിൽ എന്നെ നിലനിർത്തിയിരിക്കുന്നു. അതിന്റെ പിന്നിൽ ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥനയുണ്ടായിരുന്നു. എനിക്ക് പ്രോത്സാഹനമായി ഒട്ടനവധി ദൈവദാസന്മാരെ, കൂട്ടുപ്രവർത്തകരെ ദൈവം നൽകി തന്നിട്ടുണ്ട്. അവരോട് ചേർന്ന് ഈ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതോർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. ഇപ്പോൾ ഈ നിലകളിൽ, ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഭവന സന്ദർശനമാണ്. സഹോദരന്മാരോട് ചേർന്ന് വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തനത്തിനായിട്ട് പോകുന്നു. ബുധനാഴ്ച ചണ്ണപ്പേട്ട സ്ഥലം സഭയുടെ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് അവിടെയുള്ള സഹോദരന്മാരോട് ചേർന്ന് ചുറ്റുപാടിലും ചണ്ണപ്പേട്ടയിലും ചുറ്റുപാടിലുമായി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു വരുന്നു. അത് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ആ പ്രവർത്തനം ദൈവകൃപയാൽ നടന്നു വരികയാണ്. ഞങ്ങളുടെ സ്ഥലം സഭയോട് ചേർന്ന് YMF-ന്റെയും ബാലസംഘത്തിന്റെയും പ്രവർത്തനങ്ങൾ സ്ഥലം സഭയോട് ചേർന്നും ദൈവകൃപയാൽ നടന്നു വരുന്നുണ്ട്. അതിലും സഹോദരന്മാർ സംബന്ധിക്കുന്നു. ചുറ്റുപാടുമുള്ള മറ്റ് സ്ഥലം സഭകളിൽ സുവിശേഷ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് സഹോദരന്മാരോട് ചേർന്ന് പ്രവർത്തിപ്പാൻ
കർത്താവ് കൃപ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ദൈവകൃപ അനുഭവിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. പ്രതികൂലങ്ങൾ നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ ധാരാളം പ്രതികൂലങ്ങളുണ്ട്. എങ്കിലും കർത്താവ് നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്ന് വേണം പറയുവാനായിട്ട് കഴിയുന്നത്. എൻ്റെ ജീവിതാനുഭവത്തോട് ബന്ധപ്പെട്ടാണെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ട നാളിൽ മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ വേർതിരിഞ്ഞ സമയത്ത് തന്നെയാണ് എൻ്റെ സഹോദരിയുടെ ഒരു മരണത്തോട് ബന്ധപ്പെട്ട് അങ്ങനെയും ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഒരു സ്ഥലത്ത് തെരഞ്ഞെടുത്ത ഒരു പ്രവർത്തനം ആരംഭിച്ചപ്പോഴാണ് അവിടെ നിന്ന് ദൈവം വളരെയധികം സൂക്ഷിച്ചു. പല രാത്രികളിലും പ്രവർത്തനം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ അവരാൽ ആക്രമിക്കപ്പെടുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എങ്കിലും കർത്താവ് സൂക്ഷിച്ചു. തൻ്റെ മറവിടത്തിൽ എന്നെ ചേർക്കുകയും സൂക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ പ്രവർത്തനത്തിൽ വളരെ സന്തോഷകരമായി മുൻപോട്ട് പോകാനുള്ള ഭാഗ്യവും കർത്താവ് എനിക്ക് തന്നു. ഈ നാളുകളിൽ ചില പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. ആ പ്രവർത്തനത്തിലും കർത്താവിന്റെ കൃപയുണ്ട്, സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവർത്തന മേഖലകൾ എന്ന് പറയുന്നത് ആരും ഇതേവരെ ചെന്നിട്ടില്ലാത്തതും പോകാൻ കഴിയാത്തതുമായ സ്ഥലങ്ങളാണ്. അവിടെയൊക്കെയാണ് കൂടുതലും പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നത്. അതിലും കർത്താവിന്റെ കൃപ ഒട്ടനവധി അനുഭവിപ്പാൻ ഇടയായി തീരുന്നുണ്ട്. തീർച്ചയായും അനേക ദൈവമക്കൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞങ്ങൾ കുടുംബമായി സന്തോഷമായിരിക്കുന്നു. ദൈവം നൽകിത്തന്ന ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ, പരീക്ഷകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കർത്താവ് നിലനിർത്തി പോകുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ മറ്റൊരു കാര്യം. ഞങ്ങൾ ഓർപ്പിച്ചതുപോലെ ദൈവം നൽകിത്തന്ന അനുകൂലമായ സാഹചര്യങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവിന്റെ വേലയിൽ ധാരാളമായി വർദ്ധിച്ചു വരുവാൻ ഇടയായിത്തീരുന്നു. അതിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളെ കുടുംബമായി പ്രാർത്ഥനയിൽ ഓർക്കണം. കർത്താവിന്റെ വേല കർത്താവ് വരുന്നത് വരെ അല്ല, എൻ്റെ ആയുസ്സിന്റെ അവസാനം വരെയും കർത്താവിന്റെ വേലയിൽ തുടരേണ്ടതിന് പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തിൽ ഞാനും ഓർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രദേശങ്ങളെ കുറിച്ച് ഒരു വാക്കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ചല്ലിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലം, അവിടുത്തെ പ്രവർത്തനത്തെ വിശേഷാൽ പ്രാർത്ഥനയിൽ ഓർക്കണം. മിക്കവാറും ഉള്ളവരെല്ലാം പാവപ്പെട്ടവരാണ്. അവർക്കൊക്കെ വളരെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് അവര് മുൻപോട്ട് വരുന്നത്. അവരെയും ആ ചെറിയ കൂടിയവരവിനെയും പ്രാർത്ഥനയിൽ ഓർക്കണം. അവിടെ നമുക്കൊരു സഭാകളുണ്ട്. ആ പ്രവർത്തനത്തെ വിശേഷാൽ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ആരോഗ്യവും ആയുസ്സും ഒക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ കർത്താവിന്റെ വേലയിലേക്ക് വേർതിരിക്കപ്പെട്ടപ്പോൾ ആദ്യമായി എൻ്റെ ഭവനത്തിൽ നിന്നാണ് പ്രയാസങ്ങൾ ഉണ്ടായത്. എൻ്റെ മാതാപിതാക്കന്മാർ എന്നോട് കർക്കശമായിട്ട് ഇടപെടുകയും എന്നെ ഭവനത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അവരെന്നോട് പറഞ്ഞു, നിന്നിൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ നീ ഈ നിലയിലായി എന്ന് പറഞ്ഞ് ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. എങ്കിലും സഹോദരന്മാരുടെ കൃപയാൽ അവരുടെ താങ്ങും തണലും എനിക്കുണ്ടായിരുന്നു. അവരെന്നെ മാറോട് ചേർത്ത് പിടിക്കുകയും കർത്താവിന്റെ വേലയിൽ എനിക്ക് പ്രോത്സാഹനം നൽകി തരികയും ചെയ്തു. ഉറ്റവരും ഉടയവരും മാറി നിന്നപ്പോൾ ദൈവം വളരെ കരുതലോടെ കാത്തു പരിപാലിച്ചു. ദൈവത്തിന്റെ കൃപ ആ നിലയിലും അനുഭവിച്ചറിയുവാനായിട്ടിടയായി തീർന്നു. 86 കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിയുമ്പോൾ വാസ്തവത്തിൽ മുന്നിൽ ഒന്നും കണ്ടുകൊണ്ടല്ല കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞത്. കർത്താവിന്റെ വേലയ്ക്ക് വിളിച്ചപ്പോൾ എനിക്ക് തന്ന വാക്യം, വേലക്കാർ വളരെയുണ്ട്, നമ്മൾ കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ആ വാക്യമാണ് എൻ്റെ ഹൃദയത്തിൽ എന്നോട് സംസാരിക്കുകയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിയുവാൻ എനിക്ക് ഇടയായി തീരുകയും ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ വയൽ പ്രദേശത്ത് അധ്വാനിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. നവോമി പറഞ്ഞതുപോലെ ഭാഗ്യവശാലാണ് ഈ വയലിൽ എത്തിപ്പെട്ടത്.
അന്ന് മുതൽ കർത്താവ് എന്നെ നടത്തുകയും എൻ്റെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥനയുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ കേൾക്കുന്ന അനേക ദൈവമക്കൾ ഉണ്ട് എന്ന് എനിക്കറിയാം. തീർച്ചയായും ഈ പ്രതികൂല സാഹചര്യങ്ങളിലും പതറിപ്പോകാതെ വിശ്വസ്തയോടെ കർത്താവിനെ സ്നേഹിക്കുവാൻ, സേവിപ്പാൻ എനിക്ക് ഭാഗ്യം ലഭിക്കേണ്ടതിന്, ഈ വയൽ പ്രദേശത്ത് കൂടുതൽ അധ്വാനിപ്പാനുള്ള ആരോഗ്യം നൽകി തരേണ്ടതിന് ദൈവമക്കളായ നിങ്ങൾ വളരെ പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. കർത്താവ് വരുവാൻ താമസിച്ചാൽ ഇനിയും ചില സ്ഥലങ്ങളിലൂടെ തെരഞ്ഞെടുത്ത് കർത്താവിന്റെ വേലയിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പുതിയ വേലസ്ഥലങ്ങൾ ഞങ്ങളിങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ പോകുവാനും സഹോദരന്മാരോട് ചേർന്ന് പ്രവർത്തനത്തിൽ ഏർപ്പെടുവാനും ഇടയായി തീരുന്നുണ്ട്. അതിന്റെ ആ വിഷയങ്ങളെ ഓർത്തും വിശേഷാൽ പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ YMEF-ന്റെ പത്തനാപുരം സെൻട്രൽ YMEF-ന്റെ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് സഹകരിച്ചു വരുന്നു. അതുപോലെ പുനലൂർ സെൻട്രൽ ബാലസംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചു വരുന്നു. ഈ പ്രവർത്തനങ്ങളിലെല്ലാം കർത്താവിന്റെ കൃപയും സാന്നിധ്യവും ഒക്കെ ദൈവകൃപയാൽ അനുഭവിച്ചറിയുവാനിടയായി തീരുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവം ഈ വേലയ്ക്ക് എനിക്ക് എല്ലാവിധ നന്മകളും നൽകി തന്നാണ് ദൈവം എന്നെ പുലർത്തുന്നത്. ഓരോ ദിവസവും പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും കർത്താവ് എന്നെ നടത്തുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരു വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം, തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. തന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ജീവിതത്തിന്റെ വഴിത്താരകളിൽ പലപ്പോഴും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു, പരീക്ഷകൾ അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും കർത്താവ് ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചപ്പോ വിശ്വസ്തൻ എന്ന നിലയിൽ കർത്താവ് കൂടെയിരുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. തീർച്ചയായും അനേക ദൈവമക്കൾ ഒരുപക്ഷെ പേരുകൊണ്ട് എന്നെ അറിയാമെങ്കിലും വ്യക്തിപരമായി അറിയാൻ പാടില്ലാത്ത അനേക ദൈവമക്കളുണ്ട്. എന്നാലും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് വരുവാൻ താമസിച്ചാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ അവന്റെ വേലയിൽ അധികമായി വർദ്ധിച്ചു വരേണ്ടതിന് ആവശ്യമാകുന്ന ദൈവകൃപ നൽകി തരേണ്ടതിനായിട്ട് ദൈവമക്കൾ വിശേഷാൽ പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയും ഓർപ്പിക്കുകയും ചെയ്യുന്നു. 84-ൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിയുമ്പോൾ കർത്താവ് മറ്റൊന്നും ഞാൻ ആരുടെയും മുഖത്തോട്ട് നോക്കിയിട്ടല്ല കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞത്. ജീവിതത്തിന്റെ വഴിത്താരകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നു, പ്രതികൂലങ്ങൾ അനുഭവിക്കേണ്ടി വന്നു, ഭവനം വിട്ടിറങ്ങേണ്ടി വന്നു. എങ്കിലും കർത്താവ് കൂടെ ഇരുന്നു. ദൈവത്തിന്റെ കൃപ അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നു. തീർച്ചയായും അതിന്റെ പിന്നിൽ അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ തുടർന്നും എന്നെ ഓർക്കുകയും എൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും വിശ്വസ്തനായ ദൈവത്തിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കി ഈ മരുഭൂമി യാത്രയിൽ യാത്ര ചെയ്യുവാൻ, പ്രവർത്തനത്തിൽ ഈ കർമ്മമണ്ഡലത്തിൽ നിലനിൽക്കുവാൻ ആവശ്യമാകുന്ന ദൈവകൃപ ലഭിക്കേണ്ടതിനായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. കർത്താവ് തന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചു. അവന്റെ വയൽ പ്രദേശത്ത് അധ്വാനിപ്പാനുള്ള ഭാഗ്യം നൽകി തന്നു. അനേകരോട് സുവിശേഷത്തിന്റെ സന്ദേശം അറിയിപ്പാൻ, ചിലരെ കർത്താവിലേക്ക് നേടുവാൻ കർത്താവ് അവസരം നൽകി തന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കർത്താവിന്റെ അളവറ്റ കൃപ അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ്. അതോർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. തീർച്ചയായും അനേക ദൈവമക്കൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. എൻ്റെ
കൂട്ടുസഹോദരനായ പ്രിയ സന്തോഷിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിപ്പാൻ ഉള്ള ഭാഗ്യവും കർത്താവ് നൽകി തന്നുകൊണ്ടേയിരിക്കുന്നു. തീർച്ചയായും അതിന്റെ പിന്നിൽ ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥനയുണ്ട് എന്നുള്ളതാണ്. അതിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളുടെ പ്രവർത്തനത്തെ ഓർത്ത് വിശേഷാൽ പ്രാർത്ഥിക്കണം. പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണെങ്കിലും കർത്താവ് ഓരോ ദിവസവും അതിശയകരമായി അത്ഭുതകരമായി നടത്തുന്നു എന്ന് വേണം പറയാൻ. അതിന്റെ പിന്നിലും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയുണ്ട്. അതിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം വഴി നടത്തുവാൻ മതിയായ ദൈവമാണ് അവൻ. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി വസിക്കുന്നു എന്നുള്ളതാണ്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റൊരു കാര്യം പ്രാർത്ഥനയ്ക്കായിട്ടുള്ളത്, ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ അനേക കാര്യങ്ങൾ നേടുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി തന്നിട്ടുണ്ട്. നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുകളെ മടക്കി ദൈവസന്നിധിയിൽ ഇരുന്ന് രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് കരയുവാൻ കർത്താവ് അവസരം നൽകി തന്നു. ആ അവസരങ്ങളിലൊക്കെ ഏകനായിരിക്കുമ്പോൾ പോലും കർത്താവിന്റെ കരം കൂടെ ഇരുന്ന് പ്രവർത്തിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം എന്ന് പറഞ്ഞ് കർത്താവ് കൂടെ ഇരുന്നു. പെറ്റതള്ള തൻകുഞ്ഞിനെ മറന്നാലും മറക്കാത്തൊരു ദൈവം കൂടെ ഇരുന്ന് ഓരോ ദിവസവും വഴി നടത്തുന്നു. അത് ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കരുതല. അത് അനുഭവിച്ചറിയുവാൻ ദൈവം ഇടയാക്കി. അതിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതിന്റെ പിന്നിൽ വിലയേറിയ പ്രാർത്ഥന ആവശ്യമാണ്. അത് തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ കുറ്റമില്ലാത്തവനായി, കുറവില്ലാത്തവനായി, കർത്താവിന്റെ വരവ് വരെയും അല്ല, എൻ്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും കർത്താവിന്റെ പോർക്കളത്തിൽ അധ്വാനിച്ച് നല്ല പോർ പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്തു അങ്ങനെ ആയിരിക്കാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് എല്ലാ ദൈവമക്കളും വിശേഷാൽ പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തിൽ പിന്നെയും ഓർപ്പിക്കുന്നു. ദൈവം ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനായി കൂടെ ഇരിക്കുന്നു. ദൈവത്തിന്റെ കരുണയാണ്, കരുതലാണ് ഓരോ ദിവസവും അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നത്. ഈ ദൈവം വിളിച്ച് ദൈവം വിശ്വസ്തനായിട്ട് ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ വിശ്വസ്തനായ ദൈവം കൂടെ ഇരുന്നു നടത്തുന്നു, അത്ഭുതകരമായി നടത്തുന്നു. അതാണ് എനിക്ക് സാക്ഷ്യമായിട്ട് ഓർപ്പിക്കാനുള്ളത്. തീർച്ചയായും എൻ്റെ പ്രവർത്തന മേഖലകളിൽ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ആവശ്യമാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ചല്ലിമുക്ക് സ്ഥലം സഭയെ പ്രാർത്ഥനയിൽ ഓർക്കണം. അവിടെയുള്ള ദൈവജനത്തെ പ്രാർത്ഥനയിൽ ഓർക്കണം. എല്ലാവരും പാവപ്പെട്ടവരായ ആളുകളാണ് അവിടെ കൂടി വരുന്നത്. എങ്കിലും വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ആയിരിക്കാനിടയാകുന്നു. ആ പ്രദേശത്ത് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരേണ്ടതിന്, ചില കുടുംബങ്ങളെയും കൂടെ കർത്താവ് നൽകി തരേണ്ടതിന് പ്രാർത്ഥിക്കണം. എല്ലാ വീടുകളിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കയറുവാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. കയറുന്ന വീടുകൾ, മുസ്ലിങ്ങളുടെ വീടുകളിൽ നമുക്ക് കയറാനായിട്ട് പറ്റുകയില്ല. എന്നാൽ ഹിന്ദുക്കളായ സഹോദരങ്ങളുടെ വീട്ടിൽ കയറുമ്പോൾ അവര് ഈ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയാകേണ്ടതിന് ആ പ്രദേശത്തെ ഓർത്ത് വിശേഷാൽ പ്രാർത്ഥിക്കണം. സാമൂഹ്യപരമായും സാംസ്കാരികപരമായും ഒക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ചല്ലിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലം. നമുക്ക് എല്ലാ നിലയിലും വളരെ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ് അവിടെയുള്ളത്. അവിടെ നിന്നാണ് കർത്താവ് ചില കുടുംബങ്ങളെ നമുക്ക് നൽകി തന്നിട്ടുള്ളത്. ഇനിയും നമുക്ക് ചില കുടുംബങ്ങളെ ആ പ്രദേശത്തു നിന്ന് ലഭിക്കേണ്ടതിനായിട്ടും ദൈവമക്കൾ പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ആ പ്രദേശം വളരെ കഠിനമേറിയ ഒരു പ്രദേശമാണ്. സുവിശേഷത്തിന് സ്വാതന്ത്ര്യം അത്രത്തോളം ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ ചല്ലിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലം. എന്നാൽ കർത്താവ് ആ സ്ഥലത്തെ ഓർക്കേണ്ടതിനായിട്ട്, അവിടെ നിന്ന് ചില കുടുംബങ്ങളെയും കൂടെ ദൈവം എഴുന്നേൽപ്പിക്കേണ്ടതിനായിട്ട് ദൈവമക്കളായ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഓർപ്പിച്ചതുപോലെ ദൈവം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരും ദൈവത്തിന് സ്തോത്രം. ഈ വിശ്വസ്തതയിലേക്ക് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചു. ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാനിടയായി തീർന്നു. ദൈവം കാണിച്ച കരുതലിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും.
ദൈവം ചെയ്ത ഉപകാരങ്ങൾ അത് മറക്കുവാൻ കഴിയുന്നതല്ല. എന്നും ഓർക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കഴിയുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഈ വയൽ പ്രദേശത്ത് കർത്താവിന്റെ ഒരു എളിയ ദാസൻ എന്ന നിലയിൽ കർത്താവിന് വേണ്ടി ആയുസോളം തരുന്ന ആരോഗ്യവും ബലവും ഒക്കെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ ദൈവമക്കളായ നിങ്ങളെല്ലാവരും വിശേഷാൽ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ഞാനും ഓർപ്പിക്കുന്നു. പൗലോസ് പറഞ്ഞതുപോലെ സുവിശേഷം അറിയിക്കുന്നതിൽ അറിയിപ്പാനാണ് കർത്താവ് എന്നെയും വിളിച്ചാക്കിയത്. ആ നിലയിൽ കർത്താവിന്റെ വയൽ പ്രദേശത്ത് ഉത്തരോത്തരം അധ്വാനിക്കുവാൻ, ആ സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് പ്രാപ്തിപ്പെടുത്തേണ്ടതിനും പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം തീർച്ചയായും ഓരോ ദിവസവും അത്ഭുതകരമായി അതിശയകരമായി നടത്തുന്നു. ദൈവത്തിന്റെ വിശ്വസ്തത ആ നിലയിൽ അനുഭവിച്ചറിയുവാനിടയാകുന്നത് ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു വാക്യം കൂടെ ഞാൻ ഇങ്ങനെ വായിക്കട്ടെ. കർത്താവ് നമ്മെ വിളിച്ച് ഈ വയൽ പ്രദേശം അധ്വാനിപ്പാനായിട്ട് ആക്കിപ്പച്ചപ്പോൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവേൻ. കർത്താവ് നമ്മുടെ വിളിയെ നാം നോക്കുവാൻ കർത്താവ് പറയുകയാണ്. എന്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്? സുവിശേഷത്തിനായിട്ട് നമ്മെ വിളിച്ചിരിക്കുന്നു. അവന്റെ വേലയ്ക്കായിട്ട് നമ്മെ വിളിച്ച് ആക്കിയിരിക്കുന്നു. ലോകപ്രകാരം അനേക ജ്ഞാനികൾ ഉണ്ടായിരുന്നിട്ടും അവരെ ആരെയും തിരഞ്ഞെടുക്കാതെ വലിയവനായ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. പ്രത്യേകിച്ച് എന്നെ അവിടുത്തെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു. വലിയ വാഗ്ദാനങ്ങളോ വലിയ കഴിവോ പ്രാപ്തിയോ ഒന്നും ഉണ്ടായിട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ അളവറ്റ കൃപയാണ് എന്റെ മേൽ ചൊരിഞ്ഞത്. അതുകൊണ്ടാണ് ഈ വേലയിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് കൃപ നൽകി തന്നത്. ആ നിലയിൽ കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി അനേക സ്ഥലങ്ങളിൽ നിൽക്കുവാൻ കർത്താവ് അവസരം നൽകി തന്നു. പ്രത്യേകിച്ച് പരസ്യങ്ങൾക്ക് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ, പരസ്യങ്ങൾ സംസാരിക്കുവാൻ കർത്താവ് പ്രാപ്തി തന്നിട്ടുണ്ട്. അത് ദൈവത്തിന്റെ കൃപയാണ്, ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. അങ്ങനെ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരേണ്ടതിനായിട്ട് തുടർന്നും ദൈവമക്കൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് കർത്താവ് ഇത്രത്തോളം കൊണ്ടുവന്നത്. അത് ദൈവത്തിന്റെ കരുണയാണ്, കരുതലാണ്. അതൊക്കെ അനുഭവിക്കുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ദൈവം നടത്തിയ വിധങ്ങൾ എത്രയോ വലുതാണ്. ഓരോ ദിവസവും അത്ഭുതകരമായി അതിശയകരമായി ദൈവം നടത്തും. വിളിച്ച ദൈവം വിശ്വസ്തനായി കൂടെ ഇരിക്കുന്നു. വഴിയിലിട്ടേച്ചു പോകുന്നതിനുമല്ല. കൂട്ടു സഹോദരന്മാർ മാറിപ്പോയാലും ബന്ധുമിത്രാദികൾ വിട്ടുപോയാലും ഉറ്റവരും ഉടയവരും മാറി നിന്നാലും കരം പിടിച്ച് നടത്തുന്ന ഒരു കർത്താവ് ഉണ്ട് എന്നുള്ളത് ജീവിതത്തിൽ വളരെ സന്തോഷകരവും ആനന്ദകരവുമാണ്. അതുകൊണ്ടാണ് ഈ വയൽ പ്രദേശത്ത് പിന്നെയും നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്യുന്നത്. അതിന്റെ പിന്നിൽ അറിഞ്ഞോ അറിയാതെയോ, എന്നെ കൂടുതൽ വ്യക്തിപരമായി അറിയാത്തവർ ഒരുപാട് പേരുണ്ടെങ്കിലും അനേകരുടെ പ്രാർത്ഥന അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തീർച്ചയായും ദൈവത്തിന്റെ കർത്താവിന്റെ വരവ് വരെ, അല്ല എന്റെ ആരോഗ്യം എനിക്ക് തരുന്നത് വരെ ഈ കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനായിട്ടാണ് ഈ നിലയിൽ ഇങ്ങനെ ഒരു അവസരം കർത്താവിന്റെ ദാസൻ എനിക്ക് അനുവദിച്ചു തന്നു. അതോർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. അതല്ലാതെ മറ്റൊന്നും പറയുവാനായിട്ട് കഴിയുകയില്ല. ദൈവമാണ് ഈ സ്ഥാനത്തേക്ക് ആക്കിയത്, ദൈവമാണ് ഈ സ്ഥാനത്തേക്ക് വിളിച്ചത്, ദൈവമാണ് ഈ സ്ഥലത്ത് നിലനിർത്തിയിരിക്കുന്നത്. അത് ദൈവത്തിന്റെ കരുണയാണ്, കരുതലാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ കർത്താവിന്റെ വേലയിൽ അധികം വർദ്ധിച്ചു വരേണ്ടതിന് ദൈവമക്കളായ നിങ്ങളെല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം ഈ സ്ഥാനത്തേക്ക് വിളിച്ച് ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദമായി അതിന്റെ ആ ദൈവസ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ള കൃപ ദൈവം നൽകി തരേണ്ടതിന് പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളം സഹായിക്കട്ടെ. കർത്താവിന്റെ വരവിന്റെ നാളുകൾ അടുത്തിരിക്കുന്ന ഈ സമയത്ത് കർത്താവ് നൽകി തന്നിരിക്കുന്ന അവസരം വിനിയോഗിക്കുവാൻ
കർത്താവ് കൃപ ചെയ്യട്ടെ. കർത്താവിന്റെ വേല ഉത്തരോത്തരം വർദ്ധിച്ചു വരട്ടെ. അനേക ദൈവമക്കൾ ഈ സ്ഥാനത്തേക്ക് ഇനിയും എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളം സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകൾ കേൾക്കുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, എന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ ദാസന്റെ ചുരുക്കമായൊരു സാക്ഷ്യം നാം കേട്ടു. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ കർത്താവിന് വേണ്ടി വളരെ ഉപദ്രവങ്ങൾ സഹിച്ച ഒരു ദൈവദാസനാണ്. ആത്മാർത്ഥമായി വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി ഒരു പ്രതിഫലേച്ഛയും ആഗ്രഹിക്കാതെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി അത്രത്തോളം വലുതാണ്. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായമാണ്. അവിടെ വായിച്ചത്, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. അനേക അർദ്ധരാത്രികളിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ആ അർദ്ധരാത്രിയുടെ പ്രത്യേകത എന്തായിരുന്നു? ഞാൻ അതാണ് ചിന്തിച്ചത്. അദ്ദേഹത്തിൻ്റെ കർത്താവിനെ കണ്ട നാൾ മുതൽ ഒരുപക്ഷെ അനേക അർദ്ധരാത്രികളിൽ അദ്ദേഹം കർത്താവിൻ്റെ ദാസന്മാർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതൊന്നും പ്രാധാന്യത്തോടെ ദൈവവചനത്തിൽ നാം കാണുന്നില്ല. അതൊക്കെ പ്രാധാന്യമുള്ളതാണെങ്കിൽ പോലും. പക്ഷെ ഈ അർദ്ധരാത്രിയുടെ പ്രത്യേകത, താൻ ഒരിക്കലും വരുവാൻ അവകാശമില്ലാതിരുന്ന താൻ ആ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്, ജയിലിൽ കിടക്കുകയാണ്. ഇവിടുന്ന് വിടുവിക്കപ്പെട്ടേ മതിയാകുകയുള്ളൂ. ഇവിടുന്ന് വിടുവിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അല്ല, ഇവിടുന്ന് ദൈവം വിടുവിക്കുമെന്ന് പൂർണ്ണ ഉറപ്പോടുകൂടെ അവർ വിശ്വസിച്ചു. എല്ലാ അർദ്ധരാത്രികളിലും പ്രാർത്ഥിക്കുന്നതിനെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി അന്ന് ആ അർദ്ധരാത്രിയിലും അവർ പ്രാർത്ഥിച്ചു. പ്രിയമക്കളെ, ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ നമുക്ക് ചുറ്റും നാം കാണാത്ത ഒരു വലിയ ജനസമൂഹമുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാർ, ഒരു വലിയ സമൂഹമുണ്ട്. അവരാ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം സ്വീകരിച്ച് പിതാവിൻ്റെ അടുക്കൽ എത്തിക്കുന്നുണ്ട്. നാം പറയുന്ന ഓരോ വിഷയങ്ങളും പിതാവ് കേൾക്കുന്നുണ്ട്. അതെല്ലാം തക്ക സമയത്ത് കർത്താവ് മറുപടി തന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ബലം, അതാണ് നമ്മുടെ ശക്തി. ആ അർദ്ധരാത്രിയിൽ കൈകളും കാലുകളും ചങ്ങലയ്ക്കും ആമത്തിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. മുമ്പിൽ വായിച്ചു, ഒരുപാട് ഉപദ്രവിച്ചു, ശരീരമൊക്കെ മുറിഞ്ഞ് വേദനപ്പെടുന്നുണ്ട്. മരുന്ന് വെച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. മാനുഷികമായി ശാരീരികമായി ഒരു ആരോഗ്യവും തങ്ങൾക്കിപ്പോൾ ഇല്ല. വളരെ മാനസിക ശാരീരിക വേദനയുണ്ട്. പക്ഷേ അർദ്ധരാത്രിയിൽ അവർ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, കർത്താവേ, മരണനിഴൽ താഴ്വരയിലൂടെ ഞാൻ കടന്നുപോയാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. അന്ന് ആ അർദ്ധരാത്രിയിൽ ദൈവം അത്ഭുതം ചെയ്തു. നാം അവിടെ വായിക്കുന്നത്, കാരാഗ്രഹം മുഴുവൻ ഇളക്കി വാതിലുകളെ തുറന്ന് ആ അർദ്ധരാത്രിയിൽ ആ കാരാഗ്രഹത്തിനുള്ളിൽ വലിയവനായി ദൈവം ഇറങ്ങി വന്നു. ഒരു മനുഷ്യനാണ് കയറി വന്നതെങ്കിൽ പട്ടാളക്കാർക്ക് തടയാം. പക്ഷേ ദൈവം കടന്നു വന്നപ്പോൾ അതാർക്കും തടയാനായിട്ട് കഴിഞ്ഞില്ല. അതാണ് ദൈവത്തിൻ്റെ ശക്തി. നമ്മുടെ പ്രാർത്ഥന അത്ര ശക്തി ഉള്ളതായി തീരട്ടെ. നമ്മുടെ പ്രാർത്ഥന അത്ര ശക്തിയുള്ളതായി തീരട്ടെ. നാം പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ദൈവ പൈതൽ വിശ്വാസത്തോടെ മുട്ടുമടക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്കായിട്ട് കണ്ണുകൾ അടയ്ക്കുമ്പോൾ, ശത്രു ഓടിപ്പോവുകയാണ്, പിശാചു മാറിപ്പോകും, ദൂതന്മാർ അടുത്തു വരും. ആ സൗരഭ്യം, ആരാധനയുടെ, സ്തോത്രത്തിൻ്റെ, പ്രാർത്ഥനയുടെ സൗരഭ്യം ആ വിഷയങ്ങളുമായി സ്വർഗത്തിലേക്ക് ചെല്ലും. അങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത്. എന്നാൽ പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ നന്മയൊന്നും ലഭിക്കാതെ, ഈ അനുഗ്രഹം ഒന്നും ലഭിക്കാതെ ജീവിതം നശിച്ചു പോകുന്നൊരു സ്ഥിതി. ഇന്ന് രാത്രി 2-3 സഹോദരന്മാർക്ക് ഓരോ വാക്ക് നമുക്ക് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസന്റെ പ്രിയ സഹോദരങ്ങളുടെ വിധി അടുത്ത ദിവസം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വാദം നടക്കുമ്പോൾ, ആ വലിയ കേസിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിന് വേണ്ടി ദൈവം ഒരു വലിയ വിടുതൽ കർത്താവിൻ്റെ ദാസന് കൊടുക്കാൻ വേണ്ടി 1-2 സഹോദരന്മാർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരവസരമാണ്. കർത്താവിൻ്റെ ദാസൻ വിജയ തങ്കച്ചാന് പ്രാർത്ഥിക്കാം, അതുപോലെ തോമസ് എബ്രഹാം ചാന് പ്രാർത്ഥിക്കാം. അതിനുശേഷം ഒടുവിൽ ബ്രദർ ഷിബു കൊടുങ്ങല്ലൂരച്ചാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കും. എന്നാൽ അതിനു മുമ്പ്
വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി കർത്താവിൻ്റെ ദാസൻ മാമുകുര്യച്ചാനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. അതിനുശേഷം ഈ 2 ദിവദാസന്മാർക്ക് പ്രാർത്ഥിച്ചിട്ട് അവസാനം ഷിബു കൊളുങ്ങലൂരച്ചൻ പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കും. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മാമുകുര്യച്ചാനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ശനിയാഴ്ച വൈകുന്നേര സമയം ഈ ഒരു സൂം മീറ്റിംഗിൽ കൂടി നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾപ്പാൻ തക്കവണ്ണം ദൈവം തന്ന സാഹചര്യത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. പ്രിയ കർത്തദാസൻ ഇവാഞ്ചലിസ്റ്റ് ജി പീറ്റർ ചെന്നൈപ്പെട്ട സഹോദരന്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നാം കേട്ടത്. ഞാൻ ചിന്തിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടിയാണ് പ്രിയ സഹോദരനും ടീമും കർത്താവിന്റെ വേല പ്രദേശങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് അവര് തിരഞ്ഞെടുത്ത് ആ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ ചില പ്രയാസങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അത് നമുക്ക് നേരത്തെ കേട്ടതുപോലെ അതിന്റെ ഒരു വിധി, അതായത് സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഒരു വിധി 27-ാം തീയതി വരുവാനിരിക്കുകയാണ്. അത് പ്രിയ സഹോദരന്മാർക്ക് അനുകൂലമായ ഒരു വിധിയായിരിക്കാൻ തക്കവണ്ണം ദൈവനം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇതിലൊന്നും തുടർന്നു പോകാതെ ദൈവത്തിന്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം പ്രിയ സഹോദരനെയും അതുപോലെ ടീമിലുള്ള സഹോദരന്മാരെയും ദൈവം വിലപ്പെടുത്താൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനയെ നമുക്ക് ഓർക്കാം. വളരെ വിലപ്പെട്ട സമയമാണ്. പ്രിയ ദൈവജനമായ നിങ്ങൾ കർത്താവ് ഈ വേലയിൽ സഹകരിക്കുവാൻ വേണ്ടി, ഈ മിനിസ്ട്രി സഹകരിക്കാൻ വേണ്ടി ഇന്ന് കടന്നു വന്നത്. அதை ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. തുടർന്നും ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ 2 സഹോദരന്മാർക്ക് ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു സമയമുണ്ട്. തോമസ് ഇബ്രാഹിം അച്ചാനും അതുപോലെ സഹോദരൻ ഇവാഞ്ചലിസ്റ്റ് വിജയ തങ്കച്ചൻ സഹോദരനും പ്രാർത്ഥിച്ചതിന് ശേഷം അവസാനമായിട്ട് ഷിബു കൊടുങ്ങല്ലൂർ സഹോദരൻ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. പ്രിയ സഹോദരന്മാരെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. വലിയവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കരുണയുള്ള കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. അവിടുത്തെ മക്കളായിരിക്കുന്ന അടിയങ്ങൾക്ക് കർത്താവെ ഈ ജൂം പ്ലാറ്റ്ഫോമിൽ കൂടി കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ അവിടുന്ന് സഹായിച്ചല്ലോ. അതോർത്തങ്ങെ സ്തുതിക്കുന്നു, സ്തോത്രം. ദൈവമാ കർത്താവെ, ഞങ്ങൾ പ്രത്യേകാൽ ആ പീറ്റർ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ സഹോദരന്റെ സാക്ഷി ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു, വേർതിരിച്ചു. കർത്താവെ, തന്റെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്. കുടുംബത്തിൽ നിന്നും, സ്വന്തക്കാരിൽ നിന്നും, കർത്താവെ, പബ്ലിക്കിൽ നിന്നും ഒക്കെ, സുവിശേഷ വിരോധികളിൽ നിന്നും ഒക്കെ ഉള്ളതായിരിക്കുന്ന എതിർപ്പുകളെ കുറിച്ചാണ് ഞങ്ങൾ കേട്ടത്. ദൈവമായ കർത്താവെ, എന്നാൽ കൈവിടാത്തവനും ഉപേക്ഷിക്കാത്തവനുമായ ദൈവം, പോറ്റി പുലർത്തുന്ന ദൈവം, വഴി നടത്തുന്ന ദൈവം, ഞങ്ങളുടെ കൂടെയിരിക്കുന്ന ദൈവം, ഞങ്ങളെ അറിയുന്ന ദൈവം, പ്രിയപ്പെട്ടവരെ കാത്തു സൂക്ഷിച്ചു, പരിപാലിച്ചു. ഇന്നും അവിടുത്തെ കൃപയാൽ പരിപാലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതോർത്തങ്ങെ സ്തുതിക്കുന്നു. കർത്താവെ, സുവിശേഷ വിരോധികളാൽ കർത്താവെ കോർട്ട് കേസ് ഉണ്ടാകുവാനുള്ള സംഗതിയെ കുറിച്ച് ഞങ്ങൾ കേട്ടു. ഈ മാസം 27-ാം തീയതി അതിന്റെ ഒരു വിധി ഉണ്ടല്ലോ കർത്താവെ. എന്നാൽ സുവിശേഷത്തിന് അനുയോജ്യമായിരിക്കുന്ന ഒരു വിധി കേൾക്കുവാൻ, അത് കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ, അനേകർ ഇനിയും കർത്താവിന്റെ വചനം കേൾക്കുവാൻ ഒക്കെയുള്ള മുഖാന്തരങ്ങളെ ഒരുക്കി കൊടുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, തന്റെ കുടുംബക്കാരെയൊക്കെ ഞങ്ങൾ ഓർക്കുകയാണ്. അവരും സത്യം എന്താണ് എന്ന് അറിഞ്ഞ് കർത്താവിനോട് നിലനിൽപ്പാൻ അവിടുന്ന് കൃപകൾ ചെയ്യണമേ. അതുപോലെ കർത്താവെ, പീറ്റർ സഹോദരനും കൂട്ടു സഹോദരന്മാർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു അവിടെയൊക്കെയും ആ സ്ഥലം സഭകളൊക്കെയും കർത്താവെ പ്രത്യേകാൽ അവിടുന്ന് സഹായിക്കണമേ. അവർക്കൊക്കെ വേണ്ടുന്ന കൃപകൾ കൊടുക്കണമേ. അതുപോലെ കർത്താവെ, ചില്ലിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ പ്രവർത്തിക്കുമ്പോൾ ആശുമാരിക്കുന്ന കൃപകൾ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അവിടെയുള്ള സഹോദരി സഹോദരന്മാരെ ഓർക്കണമേ. ആ സ്കൂളുകാരനെ ഓർക്കണമേ. അവർക്കൊക്കെയും ആവശ്യമായിരിക്കുന്ന ധൈര്യവും ബലവും കൊടുക്കുമാറാകണമേ. തിരുനാമം മഹത്വപ്പെടുത്തിക്കാട്ടെ. സ്വർഗത്തിലെ ദൈവം സർവജ്ഞാനിയായിരിക്കും ദൈവവും സകല കാര്യങ്ങളും നന്നായി ചെയ്യുന്നവനുമായ ദൈവമാണ്. ദോഷങ്ങളാൽ പരീക്ഷിക്കാത്തവനും സകലതും നന്മയ്ക്കായിട്ട് കൂടി ആവരിപ്പിക്കുന്ന ദൈവമാണ്. അതുപോലെ കർത്താവെ, ഞങ്ങളെ ദൈനംദിനം
ഒക്കെ പരിപാലിക്കുന്ന സ്നേഹവാനായിട്ട് ഈ ദൈവം ഞാൻ കൊണ്ട് ജീവിക്കുന്നു. ആയതിനാൽ അവിടുത്തെ കരങ്ങളിലേക്ക് സകലവും സമർപ്പിക്കുന്നു. കർത്താവെ, പ്രിയ സഹോദരനെയും കുടുംബത്തെയും പ്രവർത്തകരെയും കൂട്ടുസഹോദരന്മാരെയും ഒക്കെ വിശേഷാൽ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും കർത്താവിന്റെ നാമം മോത്തപ്പെടുത്തുകയും ചെയ്യണമേ. സകലതും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. സകലതും ഞങ്ങളെ വീണ്ടെടുത്ത ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രിയ പിതാവേ, കൃപടുക്കായിട്ട് ഉത്തരം അരുളുമാറാക്കണമേ. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നദ്ധിയിലേക്ക് ഈ സമയത്ത് ഞങ്ങൾക്ക് അടുത്തു വരുവാൻ ഇടയാക്കിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ കാൽവറി നാദം എന്നുള്ള ഈ പ്രവർത്തനത്തിൻ്റെ 101-ാമത്തെ എപ്പിസോഡ് ഇന്ന് നടത്തുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയ എൻ്റെ മകൾ അക്സാമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്നും ദൈവനാമ മഹത്വത്തിനായി അവിടുത്തേക്ക് പാടുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ കൊടുത്ത് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, ബ്രദർ ജി പീറ്ററിന് വേണ്ടി പ്രത്യേകാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 38 വർഷമായി പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് വരുവാൻ ഭവന ബഹിഷ്കരണത്തിലൂടെയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് കർത്താവിനായിട്ട് നിലകൊള്ളുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചു. അതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവ് തൻ്റെ പ്രവർത്തന ഫലമായിട്ട് ആ ചില്ലിമുക്കിലുള്ള സ്ഥലം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അത് അവിടുത്തെ നാമമഹത്വത്തിനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ അമ്പൂപ്പച്ച, ചണ്ണപ്പേട്ട മുതലായ കൊല്ലത്തുള്ള പ്രദേശങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനായിരിക്കുന്ന അവിടുത്തെ ദാസനെ അവിടുന്ന് വരുന്ന നാളുകളിൽ കൂടുതൽ ശക്തിപ്പെടുത്തുകയും അതിനായിട്ട് സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷം അറിയിച്ചതിൻ്റെ പേരിൽ കർത്താവെ തനിക്കുണ്ടായിരിക്കുന്ന കേസ്, ആ കേസിൽ നിന്നും കർത്താവെ അവിടുന്ന് വിടുവിച്ച് രക്ഷിക്കണമേ. അനുകൂലമായ വിധി വരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെയും തൻ്റെ കുടുംബത്തെയും അവിടുന്ന് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും അവിടുത്തെ കൃപയിൽ കാത്തുകൊള്ളുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ചെയ്തു വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും കർത്താവെ ഈ അന്ത്യകാലത്ത് അവിടുത്തെ നാമമഹത്വത്തിനും അടിയങ്ങളുടെ അഭിവൃദ്ധിക്കും കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എളിയവരായ ഞങ്ങളെ അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണം. വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് ഞങ്ങളായി തീരുവാൻ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ. ഈ പ്രവർത്തനങ്ങളുടെ പിന്നിൽ കർത്താവെ അധ്വാനിക്കുന്ന നിന്റെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തോഷ് ബ്രദറിനും മാമൻ ബ്രദറിനും ഒക്കെ ആയിട്ട് പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. കർത്താവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ ഇവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊള്ളുന്നു. അവിടുത്തെ നാമം ഞങ്ങൾ കൂടി മഹത്വപ്പെടുത്തണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ രക്ഷിതാവും ദൈവവുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ വലിയ താഴ്മയോടെ യാചിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യും. ഒരു പ്രാവശ്യം കൂടെ കർത്താവെ, ഈ ശനിയാഴ്ച ദിവസം കാൽവറി നാഥൻ മിനിസ്ട്രിയുടെ സൂമിൽ പങ്കെടുക്കുവാനായിട്ട് ഞങ്ങളെ ഒരുക്കി കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഈ പ്രവർത്തനത്തിന് പിന്നിൽ അധ്വാനിക്കുന്ന എൻ്റെ മക്കൾക്കായിട്ട് സ്തോത്രം. പ്രിയ സന്തോഷപ്രദനായിട്ട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. വളരെ അധ്വാനത്തോടു കൂടെ ഈ ശുശ്രൂഷ കർത്താവെ നിർമ്മലയായിട്ട് നിവർത്തിക്കാൻ എൻ്റെ മകനെ നീ ഒരുക്കി, നീ അനുഗ്രഹിച്ച് വഴി നടത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രിയ മകള് പിതാവിനോട് ചേർന്ന് ഈ ശുശ്രൂഷ കർത്താവെ പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകുന്നല്ലോ. അതോർത്തും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം. നമുക്ക് നിത്യനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകൻ കർത്താവെ വളരെ ഉത്സാഹത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് എൻ്റെ മകനെ സഹായിക്കുന്നു. അതോർത്ത് സ്തോത്രം. കർത്താവെ, അങ്ങനെ ഇതംപ്രദമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ സൂം മീറ്റിംഗിൽ കൂടെ കർത്താവെ കേൾക്കുന്നതായിരിക്കുന്ന സാക്ഷ്യങ്ങൾ, വചനങ്ങൾ ഞങ്ങളുടെ ബലഹീന വാക്കുകളാണെങ്കിൽ പോലും കർത്താവെ അത്
അനേകരുടെ ഉള്ളിലേക്ക് ക്രിയ ചെയ്യുവാനിടായിട്ട് നിനക്ക് വിതയ്ക്കുവാൻ കഴിയും. അതിനായിട്ട് സ്തോത്രം. ഇത് കർത്താവെ യൂട്യൂബിൽ കൂടെ ഡൗൺലോഡൊക്കെ ചെയ്തു വരുമ്പോൾ അനേകരെ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട ജി പീറ്റർ സഹോദരന്റെ ആ അനുഭവ സാക്ഷ്യത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സുവിശേഷ വേലയിൽ കർത്താവ് തന്റെ മകന്റെ ഉത്സാഹത്തിനായിട്ട് സ്തോത്രം. തന്റെ മകന് കൊടുക്കുന്ന കൂട്ടായ്മകൾക്കായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാളിതുവരെയും അനുഭവിച്ചു വന്നിരിക്കുന്ന സന്തോഷങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. എന്റെ മകൻ രക്ഷിക്കപ്പെട്ട പശ്ചാത്തലം മുതൽ കർത്താവെ കുടുംബ പശ്ചാത്തലം, സഭാ പശ്ചാത്തലം, ഇതൊക്കെയും കർത്താവെ ചെറിയ തോതിൽ ഞങ്ങൾക്ക് കേൾക്കുവാൻ ഇടയായല്ലോ. അതോർത്ത് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ നിന്റെ ദാസന് പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. വിശേഷ കർത്താവ് ഞങ്ങൾ ഓർത്ത പോലെ കർത്താവെ ആ ഒരു സുവിശേഷ വിരോധികളാൽ കർത്താവ് കൊടുക്കപ്പെട്ട കേസുണ്ട്, അതിന് വിധി കിട്ടണം. ന്യായമായത് ഞങ്ങളുടെ കർത്താവ് തരും. അതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ അതിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ ഓർത്ത പോലെ നിന്റെ ദാസൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ കർത്താവെ അക്രൈസ്തവരായ ആളുകൾ തിങ്ങിപ്പാർക്കുമ്പോൾ അവിടെയുള്ള ചെറിയ സ്ഥലം സഭയ്ക്കായിട്ട് സ്തോത്രം. ആ സ്ഥലം സഭയെയും നീ ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. അതിന്റെ അതിരുകളെ വിസ്താരപ്പെടുത്തുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങൾ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കൃത്യമായ മറുപടി ലഭിക്കാനായിട്ട് നീ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വത്തോളം സഹായിച്ച എല്ലാ കൃപകൾക്കായിട്ടും ഞാൻ ദേശത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേരളത്തിനായിട്ടും ഭാരതത്തിനായിട്ടും ഞങ്ങളെ ഭരിക്കുന്ന ഭരണകർത്താക്കൾക്കായിട്ടും കർത്താവ് വിശേഷാൽ ഈ ദിവസങ്ങളിൽ കർത്താവ് നടക്കുന്ന ഇലക്ഷനിൽ തിരുനാമത്തിന് മഹത്വം കൊടുക്കുന്ന ഭരണാധികൾ ഉണ്ടാകുവാനായിട്ടും ഇടയാകേണ്ടതിന് ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ആ കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു, സഹായിക്കുമാറാണ്. സ്വന്തം സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥനയും യാതനയും കേട്ടിരിക്കാൻ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ അതിധന്യമായി നാം ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും ഇപ്പോഴും എപ്പോഴും വിജയ ഇന്ന് വചനത്തിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞ ദൈവാസനോടും കൂടെ എപ്പോഴും ഉണ്ടായി മാറട്ടെ. ആമേൻ.